ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും എഡ്യൂക്കേഷണൽ ഫിലോസഫീസിനെ കുറിച്ചാണ്. അപ്പം ടാഗോറിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിയും ഫിലോസഫറും എഡ്യൂക്കേറ്ററും ഒക്കെയാണ്. അദ്ദേഹം തൻ്റെ ലിറ്റററി പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ ഐഡിയാസ് സാഹിത്യപരമായിട്ടും അതുപോലെ പുരോഗമനവാദപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രശസ്തനാണ്. സ്പിരിച്വാലിറ്റി, ഹ്യൂമനിസം, നാഷണലിസം എന്നീ ഐഡിയാസിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി മുഴുവനും ഉള്ളത്. ഇതിന് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ടാഗോർ ഉദ്ദേശിക്കുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എല്ലാം കൂടെ ചേർന്ന് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീ ആസ്പെക്ട്സ് ഓഫ് ടാഗോർസ് എഡ്യൂക്കേഷൻ ഫിലോസഫിയിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്താണ് സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ ആത്മനിർണയം എന്നാണ്. അല്ലെങ്കിൽ കുട്ടി സ്വയം താൻ ആരാണെന്ന് മനസ്സിലാക്കുക എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വയം മനസ്സിലാക്കുക, വൺസ് ട്രൂ സെൽഫ് സ്വന്തമായി മനസ്സിലാക്കുക. ആൻഡ് യൂണിവേഴ്സൽ സോള് എന്ന് വെച്ചാൽ പ്രപഞ്ച പരമായിട്ടുള്ള ആത്മാവ് എന്താണെന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുക, സോൾ എന്താണെന്ന് മനസ്സിലാക്കുക, സ്വയം മനസ്സിലാക്കുക. പരമാത്മാവെന്ന് പറയും നമ്മൾ യൂണിവേഴ്സൽ സോളിനെ മനസ്സിലാക്കുക എന്ന് പറയാം. ഫോക്കസ് ഓൺ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ടു ഫൈൻഡ് ലൈഫ്സ് പർപ്പസ്. ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുക, ആത്മീയ വളർച്ച ഉണ്ടാക്കുക, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുക, വ്യക്തിപരമായ വളർച്ച ഉണ്ടാക്കുക. അതൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെൽഫ് റിയലൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ബുദ്ധി വളർച്ച അല്ലെങ്കിൽ വികസനം. ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം എഡ്യൂക്കേഷനിലൂടെ, ഇമാജിനേഷൻ ഉണ്ടാകണം, ക്യൂരിയോസിറ്റി ഉണ്ടാകണം, ഫ്രീ തിങ്കിങ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഫോർ ഓൾ അറൗണ്ട് ഗ്രോത്ത്. ഹോളിസ്റ്റിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആയിരിക്കും, സ്വയം ഡയറക്ഷൻസ് കണ്ടെത്തി പോവുക. ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ആസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ വരുന്നുണ്ട്. ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാകണമെങ്കിൽ നല്ല ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടാവണം എന്ന് വിശ്വസിച്ചു. അതിന് യോഗ, ഗെയിംസ്, സ്പോർട്സ് ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു കരിക്കുലം അദ്ദേഹത്തിൻ്റെ ശാന്തിനികേതൻ എന്ന് പറഞ്ഞിട്ട് ടാഗോർ തന്നെ സ്റ്റാർട്ട് ചെയ്ത സ്കൂളിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ, മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് റോട്ട് ലേണിംഗ് പാടില്ല, അതായത് കാണാതെ പഠിക്കുന്നതിൽ നിന്നും ഹോളിസ്റ്റിക് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിലേക്ക് മാറണം. അക്കാഡമിക് നോളജിനെ മോറലും ഫിസിക്കൽ നേർച്ചറിങ്ങിലേക്കും ബ്ലെൻഡ് ചെയ്യണം. അക്കാഡമിക്കായിട്ട് പഠിക്കുന്നത് മോറൽ, ഫിസിക്കൽ നേർച്ചറിങ്ങിലേക്ക് ബ്ലെൻഡ് ചെയ്യണം. മോറലി, ഫിസിക്കലി നല്ലൊരു വ്യക്തിയായിട്ട് കുട്ടിയെ വളർത്തിയെടുക്കുക. അതുപോലെ സെൽഫ് റിയലൈസേഷനും ക്രിയേറ്റീവ് ഇൻക്വയറിയും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലേക്ക് തന്നെ അത് പ്രധാനമായിട്ടും പോകുമ്പോൾ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ലവ് ഫോർ ഹ്യൂമാനിറ്റി. ഇത് മനുഷ്യത്വത്തിനെ സ്നേഹിക്കുക എന്നാണ്. ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എന്നല്ല, നമ്മുടെ യൂണിവേഴ്സലി മൊത്തം എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മനുഷ്യരെ സ്നേഹിക്കുക, സാഹോദര്യം വളർത്തിയെടുക്കുക, ബ്രദർഹുഡ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയും. അതുപോലെ ഹ്യൂമാനിറ്റിയുടെ വൺനെസ്, മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഓരോ വ്യക്തിയെയും റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ ഒരു ഹാർമോണിയസ് വേൾഡ് ഉണ്ടാക്കിയെടുക്കുക. വലിയൊരു സന്തോഷമുള്ള, എല്ലാവരും സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ഫ്രീഡം ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കുട്ടികളെ വിട്ടേക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവരെ എക്സ്പ്ലോർ ചെയ്യട്ടെ, അവർ ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് അവർ കണ്ടെത്തട്ടെ, അവർ തന്നെ പുറത്തേക്ക് എടുക്കട്ടെ എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് വിട്ടാൽ മാത്രമേ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, നല്ല സിറ്റിസൺസ്, തോട്ട്ഫുൾ സിറ്റിസൺസ് ആകുള്ളൂ എന്നൊക്കെയാണ്. എന്നാൽ മാത്രമേ സൊസൈറ്റിക്ക് അർത്ഥവത്തായ ഒരു പൗരനെ, സിറ്റിസൺസിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റാണ് മദർ ടങ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. പഠിപ്പിക്കേണ്ടത് മദർ ടങ്ങിലൂടെയാണെന്നാണ് പറയുന്നത്. കാരണം കൂടുതൽ എഫക്റ്റീവ് ആകാൻ അതാണ് നല്ലത്. നേറ്റീവ് ലാംഗ്വേജസിനെ
ഇതിലൂടെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് ലേണിങ്ങിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് മദർ ടങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് ടാഗോർ പറയുന്നു. മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റ് വേണം, ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ വേണം, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് വേണം, ആത്മീയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിൽ വിശ്വസിക്കുക എന്നൊക്കെയുള്ളതാണ്. നന്മകൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക. റോഡ് ലേണിങ് പോരാ, സ്പിരിച്വൽ എഡ്യൂക്കേഷനിലേക്ക് മോറൽ എഡ്യൂക്കേഷൻ മാറണം. എമ്പതി, റെസ്പെക്റ്റ്, സെൻസ് ഓഫ് ഡ്യൂട്ടി, ഇതെല്ലാം കുട്ടികളിൽ പഠിപ്പിക്കുക. എത്തിക്സ് ഉണ്ടാക്കുക കുട്ടികൾ. കമ്പാഷനേറ്റ് ലൈവ്സ് വളർത്തിയെടുക്കുക. മറ്റുള്ളവർക്ക് കമ്പാഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, മറ്റുള്ളവരോട് ഒരു കമ്പാഷൻ ഉണ്ടാവണം. സോഷ്യൽ ഡെവലപ്മെൻ്റാണ് അടുത്തത്. എഡ്യൂക്കേഷനിലൂടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ ഫുലെയും ഒക്കെ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, മറ്റു പുറത്തുള്ള കമ്മ്യൂണിറ്റിയെ കൂടുതൽ സ്കൂളിലേക്ക് കൊണ്ടുവരിക, അവർ ഇൻറ്ററാക്ഷൻസ് നടത്തുക. സർവീസ് ടു ഹ്യൂമാനിറ്റി സീൻ ആസ് സർവീസ് ടു ഗോഡ്. മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തിനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന ഐഡിയ അദ്ദേഹം വളർത്തിയെടുത്തു. സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് ഫീൽഡ് ട്രിപ്സ്, നേച്ചർ വർക്ക്, സെൽഫ് എക്സ്പ്രഷൻ, അതാണ് ടീച്ചിങ് മെത്തേഡ്സാണ് അദ്ദേഹം കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ബിക്കോസ് നല്ല വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ സഹായിക്കും.